സ്കിന്നിൽ ഒത്തിരി പ്രോബ്ലംസ് വരാറുണ്ടല്ലോ, അപ്പം ഇവിടുന്ന് നമുക്ക് സ്കിൻ കൺസൾട്ട് ചെയ്തിട്ടായിരിക്കും ഏത് ഫേഷ്യൽ ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നത്? തീർച്ചയായിട്ടും. കാരണം കുട്ടികൾ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഫ്രൂട്ട് ഫേഷ്യൽ ആണോ, വൈറ്റനിങ് ഫേഷ്യൽ, പേൾ ഫേഷ്യൽ ഏതാ ചെയ്യേണ്ടതെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരാൾ വരുമ്പോൾ നമ്മൾ അവരെ കറക്റ്റായിട്ട് കൺസൾട്ട് ചെയ്യും. മിക്കവർക്കും ഈ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഭയങ്കര ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ പിമ്പിൾസ് വരുന്നത്. അപ്പം നമ്മൾ ആദ്യം ഡാൻഡ്രഫ് കറക്റ്റ് ചെയ്തിട്ടാണ് പിമ്പിൾ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നത്. അങ്ങനെ ഓരോ ആൾക്കാരുടെയും സ്കിൻ നമ്മൾ കൺസൾട്ട് ചെയ്തൊന്ന് നോക്കി അവർക്ക് ഏതാ ആവശ്യമുള്ളതൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിവിടെ ഫേഷ്യൽസ് ഒക്കെ ചെയ്യുന്നത്. ഇത് എപ്പോഴും യങ് ആയിട്ടിരിക്കണം, നല്ല ബ്യൂട്ടി ആയിരിക്കണം, നമ്മുടെ ഹെയർ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്താ ഒരു സൊല്യൂഷൻ, എന്താ ചെയ്യേണ്ടത് നമ്മൾ? പല പല റീസൺസ് ആണ് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നെ സംബന്ധിച്ചായാലും പിമ്പിൾ അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസിനും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സൊല്യൂഷൻസും ടിപ്സും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം. ഇത് എത്ര വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്? ഞാൻ 17 വർഷമായിട്ട്, എൻ്റെ ഒരു പാഷനാണത്. അപ്പം ഞാനൊരു 17 വർഷമായിട്ടേ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പം നമുക്കും അല്ലെങ്കിൽ എനിക്കല്ല നമ്മുടെ വേണ്ടുന്ന ക്ലയൻസിനൊക്കെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇത്തായി കോൺടാക്ട് ചെയ്താൽ മതിയല്ലോ? തീർച്ചയായിട്ടും. നമുക്ക് ഇപ്പം ഇത്രയും എക്സ്പീരിയൻസിനിടയ്ക്ക് നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഡിഫറെൻറ്റ് സ്കിന്നും ഡിഫറെൻറ്റ് പ്രശ്നങ്ങളും ഉള്ളവരെയൊക്കെ നമ്മൾ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരാളുടെ അടുത്ത് സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ടിപ്പ് കൊടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും ടിപ്സ് ആണെങ്കിലും നേരെ തനുജയത്തായി കോൺടാക്ട് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് സലൂൺ വിസിറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ബ്രൈഡ്സ് ആണെങ്കിലും പ്രീ ബ്രൈഡൽ സർവീസ് എത്ര നാൾക്ക് മുന്നേ ചെയ്യണം, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ സലൂണിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.